പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളികൾക്ക് വലിയ അഭിമാനവും സന്തോഷവും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കൊക്കെ അറിയാം, എപ്പോഴും പത്മ പുരസ്കാരങ്ങളിൽ സ്വാഭാവികമായിട്ടൊക്കെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പല പേരുകളും പുരസ്കാരത്തിന് അർഹത പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. കാരണം അത്രമേൽ എന്താ പറയുക, അൺസങ് ഹീറോസ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടേതായ കർമ്മക്ഷേത്രത്തിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, അതായത് അർഹതയുള്ളവരിലേക്ക് പുരസ്കാരം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ദേവകി അമ്മ പത്മശ്രീ പുരസ്കാരം സ്വന്തമാക്കിയ ആലപ്പുഴ സ്വദേശിനിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ വേറിട്ട ഒരു പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകുന്ന ദേവകി അമ്മയടക്കം 45 പേർക്കാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ ഭാരതം ഇത്തവണ നൽകിയത്. ഒപ്പം ചില സന്തോഷകരമായ വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂട്ടി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇപ്പോൾ വരുന്നത്. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ, ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്നയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ പുരസ്കാരം VS അച്യുതാനന്ദന് ലഭിച്ചിരിക്കുന്നു. ഒപ്പം ശ്രീ P നാരായണൻ, അദ്ദേഹത്തിനും ലഭിച്ചിരിക്കുകയാണ് പത്മവിഭൂഷൺ. അങ്ങനെ നാരായൺജി ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണ് ശ്രീ P നാരായണന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഒപ്പം VS അച്യുതാനന്ദനും പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഇതോടുകൂടി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന ശ്രീ KT തോമസ്, മലയാളത്തിന് വലിയ രീതിയിലുള്ള സൗഭാഗ്യം, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ശ്രീ KT തോമസ്, പബ്ലിക് അഫയേഴ്സ്, കേരളത്തിൽ നിന്ന് 3 പേർക്കാണ് ഇത്തവണ, ആകെ 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അതിൽ 3 പേരും മലയാളത്തിൻ്റെ മണ്ണിൽ ജനിച്ചവരാണ് എന്ന വലിയ സന്തോഷമുണ്ട്. ശ്രീ KT തോമസ്, ശ്രീ P നാരായണൻ, ഒപ്പം ശ്രീ VS അച്യുതാനന്ദൻ, 3 പേർക്ക് പുരസ്കാരം, പത്മവിഭൂഷൺ പുരസ്കാരം. ഒപ്പം ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, കലയ്ക്ക് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം ഉത്തർപ്രദേശിൽ നിന്ന് N രാജം, കലാവിഭാഗത്തിൽ തന്നെയാണ്. അങ്ങനെ 5 പേർക്കാണ് പത്മവിഭൂഷൺ ഉള്ളത്. അതിൽ 3 പേർ മലയാളികളാണ്. ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, മലയാളത്തിന് വലിയ സന്തോഷമുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. ജസ്റ്റിസ് KT തോമസ്, P നാരായണൻജി, ഒപ്പം VS അച്യുതാനന്ദൻ, മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മവിഭൂഷൺ. ജിഷ്ണു. തീർച്ചയായും മലയാളത്തിന്, കേരളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് പത്മ പുരസ്കാരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ഉണ്ടാകുന്നു. ഒപ്പം ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ P നാരായണന് പത്മവിഭൂഷൺ നൽകി ഭാരതം ആദരിക്കുന്നു. കൂടാതെ ജസ്റ്റിസ് KT തോമസിനെ, ഇത്രയും പേർക്കാണ്, 3 പേർക്കാണ് കേരളത്തിൽ നിന്ന് മലയാളികളായ 3 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. കൂടാതെ മഹാരാഷ്ട്രയിൽ നിന്ന് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ മരണാനന്തര ബഹുമതിയായി കലാരംഗത്തെ പ്രകടനത്തിന് പത്മവിഭൂഷൺ നൽകുന്നു. കൂടാതെ N രാജൻ ഉത്തർപ്രദേശിൽ നിന്നും പത്മവിഭൂഷണ് അർഹനാകുന്നു. കൂടാതെ പത്മഭൂഷൺ നേടിയതിൽ കലാരംഗത്ത് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കുന്നു. കൂടാതെ കലാമണ്ഡലം വിമല ദേവിക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയാണ്. ഇത്രയുമാണ് കേരളത്തിൽ നിന്നും ഈ പത്മ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ. കൂടാതെ 110-ലധികം ആളുകൾക്കാണ്, 131ഓളം ആളുകൾക്കാണ് പത്മഭൂഷൺ, പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത്. നേരത്തെ പത്മശ്രീ പ്രഖ്യാപിച്ചപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ദേവിക അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം നൽകിയിരുന്നു. അത് പരിസ്ഥിതി സംരക്ഷണത്തിനായിരുന്നു പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത്. കൂടാതെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയാണ്. അത്തരത്തിൽ വലിയ സന്തോഷം മലയാളത്തിനും കേരളത്തിനുമാണ്. മുത്തുനായകം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കേരളത്തിൽ നിന്ന് ശ്രീ മുത്തുനായകം, അദ്ദേഹത്തിനും പത്മഭൂഷൺ പുരസ്കാരം ലിസ്റ്റിൽ വരുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളാണ്. അതിൽ 3 പുരസ്കാരങ്ങൾ ജസ്റ്റിസ് KT തോമസ് അടക്കം 3 പുരസ്കാരങ്ങൾ മലയാളത്തെ തേടി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. P നാരായണൻജി, നമുക്കറിയാം, സംഘ പഥത്തിലൂടെ സഞ്ചരിച്ച്
ജന്മഭൂമിയുടെ മുൻ എഡിറ്ററൊക്കെ ആയ നമ്മുടെയൊക്കെ വഴികാട്ടിയും ഒക്കെ സ്നേഹനിധിയും ഒക്കെ ആയ പി നാരായണൻജി അടക്കം 3 പേർക്ക്, പിന്നെ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നു. ഒപ്പം ഈ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, ഒപ്പം ഈ ശ്രീ A. മുത്തുനായകം, ഇവർക്ക് 3 പേർക്കുമാണ് പത്മഭൂഷൺ കേരളത്തിൽ നിന്ന്, അല്ലേ? കൂടാതെ കലാമണ്ഡലം വിമലാദേവി അവർക്കും പത്മഭൂഷൺ കേരളത്തിൽ നിന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നേട്ടമാണ് ശ്യാം ചൂണ്ടിക്കാട്ടിയതുപോലെയും പത്മവിഭൂഷൺ 5 പേർക്കാണ് രാജ്യം നൽകി ആദരിക്കുന്നത്. അതിൽ 3 പേരും മലയാളികളാണ്. ഒന്ന് മരണാനന്തര ബഹുമതിയായി മുൻ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ഒപ്പം ജന്മഭൂമിയുടെ മുൻ എഡിറ്ററായിരുന്ന പി നാരായൺജി, കൂടാതെ ജസ്റ്റിസ് KT തോമസ്. കൂടാതെ 2 പേർക്ക്, ഒരാൾക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ കലാരംഗത്തും, കൂടാതെ N. രാജം കലാമേഖലയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും. ഇത്രയും 5 പേർക്കാണ് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത്. പത്മഭൂഷൺ മേഖലയിലും മലയാളി തിളക്കം നമുക്ക് കാണാൻ സാധിക്കും. പത്മഭൂഷൺ മമ്മൂട്ടി, കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നു. കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ, പബ്ലിക് അഫയേഴ്സ്, പൊതു രംഗത്തെ പ്രവർത്തനത്തിനാണ് വെള്ളാപ്പള്ളി നടേശന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത്. കൂടാതെ AE മുത്തുനായകം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ആ മികവിനാണ് ഇപ്പോൾ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത്. അത്തരത്തിൽ വലിയ നേട്ടമാണ്. കൂടാതെ കലാമണ്ഡലം വിമല മേനോൻ കലാരംഗത്തെ പ്രവർത്തനത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു. അത്രയുമാണ് അതിൽ ഒരു മാറ്റമുള്ളത്. പത്മശ്രീയിലാണ് കലാമണ്ഡലം വിമല. ഞാൻ അതായത് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. കലാമണ്ഡലം വിമല ഭരതനാട്യം, അല്ലെ, കലാ മേഖലയിൽ അവർക്ക് പത്മശ്രീ പുരസ്കാരമാണ്, അല്ലേ ജിഷ്ണു? അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ നിന്ന് 2 പേർക്കുണ്ട്, ദേവകി അമ്മയ്ക്കുമുണ്ട്, കലാമണ്ഡലം വിമല ടീച്ചർക്കുണ്ട്, അല്ലേ? തീർച്ചയായും 2 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിക്കുന്നത്. നേരത്തെ ദേവിക അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൻ്റെ വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആലപ്പുഴയിൽ സ്വന്തം വീടിനോട് ചേർന്ന 5 ഏക്കറോളം ഭൂമി വനമേഖലയായി മാറ്റുകയും പരിസ്ഥിതി സംരക്ഷണത്തിന് മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനം നൽകുകയും ചെയ്ത കാര്യത്തിനാണ് ദേവികാമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം രാജ്യം നൽകിയിട്ടുള്ളത്. ആ വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പത്മശ്രീയുടെ മറ്റൊരു ലിസ്റ്റ് കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിലാണ് കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. കലാമണ്ഡലം വിമല മേനോനാണ് പത്മശ്രീ നൽകുന്നത്. അതായത് പത്മശ്രീയിൽ ഇടം പിടിച്ചത് 2 മലയാളികളാണ്. ഒന്ന് വിമല മേനോൻ, കലാമണ്ഡലം വിമല മേനോനും ഒപ്പം ദേവികാമ്മയുമാണ്. ഒപ്പം പത്മഭൂഷൺ പരിശോധിക്കുമ്പോൾ അതിൽ AE മുത്തുനായകം, കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ, മമ്മൂട്ടി, ഇങ്ങനെ 3 പേരാണ് മലയാളികളായിട്ടുള്ളത്. പത്മവിഭൂഷണിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, കൂടാതെ P. നാരായൺജി, ജസ്റ്റിസ് KT തോമസ് എന്നിങ്ങനെ 3 പേരുമാണ്. കഴിഞ്ഞ തവണ മോഹൻലാൽ, മലയാളത്തിൻ്റെ നടന വിസ്മയം മോഹൻലാലിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ അന്നൊക്കെ വലിയ രീതിയിൽ ഇതിനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഈ കേരളത്തിൽ. അപ്പോൾ അന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് മമ്മൂട്ടിക്ക് കൊടുത്തില്ല, അത് അദ്ദേഹത്തിൻ്റെ മതമാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പം ഈ ഷാജിയുടെ ഒക്കെ വർത്തമാനം ഉണ്ടല്ലോ, മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ തരത്തിലൊരു നെറേറ്റീവൊക്കെ ഇവിടെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി വോയിസ് ഉള്ള മാധ്യമ പ്രവർത്തകർ കൂടി അതിനൊപ്പം ചേർന്നു. പക്ഷേ ഇപ്പോൾ ഇതാ നടന വിസ്മയം, മറ്റൊരു നമ്മുടെയൊക്കെ അഭിമാനമായ മമ്മൂട്ടിയിലേക്കും ആ പുരസ്കാരം എത്തിച്ചേരുകയാണ്. ശ്യാമ, തീർച്ചയായും കഴിഞ്ഞൊരു 10 വർഷത്തെ ഇത്തരത്തിലുള്ള പത്മ പുരസ്കാരങ്ങളുടെ പട്ടികയെടുത്ത് അതിൻ്റെ ഒരു വിശദമായ പഠനം നടത്തിയാൽ ശ്യാം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മതവും രാഷ്ട്രീയവും പ്രമുഖ വ്യക്തികൾ എന്നെല്ലാം ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് നൽകുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് നൽകുന്ന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് എത്ര പ്രമുഖ വ്യക്തിയാണെങ്കിലും എത്രത്തോളം സാധാരണക്കാരനായ വ്യക്തിയാണെങ്കിലും അത്തരത്തിൽ മെറിറ്റ് നോക്കിക്കൊണ്ട് പത്മ പുരസ്കാരങ്ങൾ തേടിയെത്തുന്ന ഒരു പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞൊരു 10 വർഷത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മോഹൻലാലിന് ലഭിച്ചു. ഇത്തവണ മലയാളത്തിൻ്റെ കലാമേഖലയിൽ, സിനിമാ മേഖലയിൽ വലിയ തിളങ്ങി നിൽക്കുന്ന മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നു. ഒപ്പം ദേവകി അമ്മ വലിയൊരു പ്രസക്തിയില്ലാത്ത, അല്ലെങ്കിൽ വലിയ ആളുകൾ ഇത്രയധികം അറിയപ്പെടാത്ത വ്യക്തിയിലേക്ക് പോലും പത്മ പുരസ്കാരങ്ങൾ എത്തുന്നു. കഴിഞ്ഞ തവണയും അതിൻ്റെ മുൻപത്തെ പത്മ പുരസ്കാരങ്ങളും
എല്ലാം പരിശോധിക്കുമ്പോൾ സമൂഹത്തിന് ഗുണകരമാകുന്ന സന്ദേശങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമാകുന്ന സംഭാവനകൾ നൽകുന്ന വ്യക്തികളിലേക്ക് ഈ പത്മ പുരസ്കാരങ്ങൾ എത്തുന്നു എന്നുള്ളൊരു